എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ കുറിച്ചാണ്. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകൾ. ചരിത്രപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ ജീവിതം ഒരു ക്രൈം ത്രില്ലർ മൂവിക്ക് സമമാണ്. 1971 സ്വതന്ത്രമായ ബംഗ്ലാദേശ്, അതിന്റെ ആദ്യ പ്രസിഡന്റായിരുന്നു ഷെയ്ഖ് മുജീബ് റഹ്മാൻ. ബംഗ്ലാദേശിന്റെ പിതാവ് കൂടി ആണെന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ബംഗ്ലാദേശിന്റെ ശരിക്കായി പറഞ്ഞാൽ നമുക്ക് ഗാന്ധിജി അതേപോലെ തന്നെയായിരുന്നു ബംഗ്ലാദേശിന് ഷെയ്ഖ് മുജീബ് റഹ്മാൻ. അവാമി ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതേപോലെ തന്നെ ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സെക്കുലർ ചിന്താഗതി കാരണമാണ് ഇന്ന് ബംഗ്ലാദേശ് സെക്കുലറായിട്ട് അറിയപ്പെടുന്നത്. 1975 ഓഗസ്റ്റ് 15 അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അന്നത്തെ സൈനിക മേധാവിയുടെ അംഗീകാരമില്ലാതെ അദ്ദേഹത്തിന്റെ ഏതാനും മറ്റ് സൈനിക ഉദ്യോഗസ്ഥർ കൂടി ചേർന്ന് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ 3 ആൺമക്കളെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ സംഭവത്തിൽ ഷെയ്ഖ് ഹസീനയും അവരുടെ ഒരു മകനും മാത്രം രക്ഷപ്പെട്ടു. അവർ ഇന്ത്യയിലേക്ക് അഭയം തേടി. അതിൽ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവർക്ക് രാഷ്ട്രീയ അഭയം ഇന്ത്യയിൽ കൊടുത്തു. അതിൽ 3 വർഷത്തോളം അവർ ഇന്ത്യയിൽ ചെലവഴിക്കുകയും അതിനുശേഷം തിരിച്ച് ബംഗ്ലാദേശിൽ പോയി അവിടെ അവാമി ലീഗിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അവാമി ലീഗ് എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ്, അവാമി ലീഗ്. അവാമി ലീഗിനെ വീണ്ടും പടുത്തുയർത്തുന്നതിൽ അവർ പ്രത്യേക ശ്രദ്ധ കൊടുത്തു. അതിനുശേഷം 1996 ഷെയ്ഖ് ഹസീന വീണ്ടും പ്രധാനമന്ത്രിയായി ആദ്യമായി ബംഗ്ലാദേശിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ 2001 ഉണ്ടായിരുന്ന ഇലക്ഷനിൽ അവർ പരാജയത്തിന്റെ മണം ആദ്യമായി രുചിച്ചു. അതിനുശേഷം വീണ്ടും അവർക്കെതിരെ ഒരു രാഷ്ട്രീയ താഴ്ചയാണ്, കീഴ്മയോട്ട് പോക്കാണ് ഉണ്ടായിരുന്നത്. 2006-07 കാലഘട്ടം വരെ അവർക്കെതിരെ അനവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും അവരെ തുറുങ്കിലടക്കപ്പെടുകയും ചെയ്തു. പിന്നീട് 2008 ഇലക്ഷനിൽ വീണ്ടും വിജയം കൈവരിക്കുകയും 2014-ലും 2021-ലും ഇത് ആവർത്തിക്കുകയും ചെയ്തു. ടോട്ടൽ 16 വർഷം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. അവരുടെ കാലയളവ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏഷ്യൻ കൺട്രീസിൽ സമ്പദ്ഘടനയിൽ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കുന്ന സമ്പദ്ഘടന എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ ആയിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, അതേപോലെ തന്നെ തൊഴിൽ എന്നിവയിൽ അവർ വളരെയധികം ഊന്നൽ നൽകി. പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ മേഖലയിൽ ലോക ടെക്സ്റ്റൈൽ ശൃംഖലയുടെ ക്യാപിറ്റൽ എന്ന് ബംഗ്ലാദേശ് അറിയപ്പെട്ടു. പിന്നെ കാലിടറിക്കൊണ്ടിരുന്നു അവർക്ക്. തൊഴിലില്ലായ്മ രൂക്ഷമായി. ഏറ്റവും അവസാനം ഹൈക്കോടതി സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മക്കൾക്കുള്ള 30% ഗവൺമെന്റ് കോട്ട അഥവാ സംവരണം അത് പുനഃസ്ഥാപിച്ചതു മുതൽ എല്ലാ വിദ്യാർത്ഥികളും സമരത്തിനിറങ്ങി. ആ സമരം പിന്നീട് അത് ശരിക്ക് ഗവൺമെന്റിനെതിരെയുള്ള ഒരു പ്രക്ഷോഭമായിട്ട് മാറി. അതൊരു ഭരണവിരുദ്ധ വികാരമായി മാറി. അവസാനം ഷെയ്ഖ് ഹസീനക്ക് സ്വന്തം സ്ഥാനത്ത് രാജിവെച്ച് പടിയിറങ്ങേണ്ടി വന്നു. അവരിപ്പോൾ ഇന്ത്യയിലേക്ക് അഭയം തേടിയിട്ടാണുള്ളത്. ഇനി അവർക്ക് എത്ര കാലം ഇന്ത്യയിൽ താമസിക്കാൻ പറ്റും എന്നുള്ളത് കണ്ടറിയാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.